നമ്മുടെ പൊതുവായ ഒരു ആവശ്യം ഒന്നും ഒരു പ്രത്യേകിച്ച് ഒരു കോമ്പൻസേഷൻ അങ്ങനത്തെ വിചാരിച്ചിട്ടല്ല നമ്മൾ ഈ ഒരു ചർച്ചയ്ക്ക് പങ്കെടുത്തത്. ആവശ്യമില്ലാത്തൊരു തീരെ ആവശ്യമില്ലാത്തൊരു കാര്യത്തിൻ്റെ പേരിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റിലേക്ക് പോയി അവിടെ മൂന്ന് ഡോക്ടർമാരുടെ തീരുമാനത്തിൻ്റെ ഫലമായിട്ട് നമുക്ക് നമ്മുടെ കുട്ടി നഷ്ടപ്പെട്ടു. അവരിപ്പോൾ പറഞ്ഞത് അവിടെ അതിന് കാരണക്കാരായ 3 ഡോക്ടർമാരുണ്ട്. ആ ഡോക്ടർമാരുടെ പേരിൽ പറഞ്ഞിട്ടുണ്ട് അവരുടെ പേരിൽ മെഡിക്കൽ നെഗ്ലിജൻസിൻ്റെ പേരിൽ കേസെടുക്കണം. ബാക്കിയുള്ള തീരുമാനം അതിനെന്താണെന്ന് ഇവിടുന്ന് വേണ്ടതെന്ന് വെച്ചാൽ അവർ നമുക്ക് വാക്കാൻ ഉറപ്പ് തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇങ്ങനൊരു അവസ്ഥ ഇനി നമ്മളിവിടെ വന്നതും ചർച്ചയ്ക്ക് വന്നതും വേറെ ഒന്നുമല്ല. നമ്മൾ ഇങ്ങനെയൊരു അവസ്ഥ ഇനിയൊരു കുട്ടിക്ക് ഇങ്ങനൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് അത് ഏതെങ്കിലും ഡോക്ടേഴ്സ് തീരുമാനിക്കണം. ഒരു വട്ടമെങ്കിലും ആലോചിച്ചിട്ട് മാത്രമാണ് ഇങ്ങനൊരു ചികിത്സയിലേക്ക് പോകാൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് നമ്മുടെ കുട്ടി നഷ്ടപ്പെട്ടത്. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരോട് സാറിനോട് ആവശ്യപ്പെട്ടു. മാനേജ്മെൻറ്റ് അടക്കം അവിടെ ഇല്ല. അതിന് ഉത്തരവാദികളായ 3 ഡോക്ടേഴ്സിനെ എല്ലാവരെയും നമ്മൾ ആദ്യം പ്രതി ചേർത്തത് ഇതിനുള്ള അനസ്തേഷ്യ ഡോക്ടർ അഞ്ജലി പൊതുവാളിനെ മാത്രമാണ് പ്രതി ചേർത്തത്. അതല്ല അവിടെ ഉണ്ടായിരുന്ന പീഡിയാട്രീഷ്യൻ ഡോക്ടർ ആശാ നിർമ്മൽ, അതിന് കാരണക്കാരായ അതിന് ഇൻസിസ്റ്റ് ചെയ്ത ഡോക്ടർ ആരതി അന്തർജനം, ഈ 3 ഡോക്ടേഴ്സിനെയും പ്രതി ചേർക്കണം എന്ന് തന്നെയാണ് നമ്മുടെ തീരുമാനം. ബിക്കോസ് അവരുടെ തീരുമാനപ്രകാരമാണ് ഒരു കുട്ടീനെ അനസ്തേഷ്യ ചെയ്യണോ ട്രീറ്റ്മെൻറ്റ് ചെയ്യണോ എന്നുള്ള തീരുമാനം വരുന്നത്. അപ്പോൾ നിർബന്ധമായിട്ടും മാനേജ്മെൻറ്റും ഈ 3 ഡോക്ടർമാരുടെ പ്രതികരണം ചെയ്യണം നിർബന്ധമായി. നിസ്സാരം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പോലും ആ ടേബിളിൻ്റെ മുകളിൽ നിന്ന് പറഞ്ഞത്, അവിടെ ഇപ്പം പരിഹാരം പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പോലും പറഞ്ഞത് ഇതിനാണോ സർജറി, ഇതിനാണോ അനസ്തേഷ്യ കൊടുത്തതെന്ന് പറഞ്ഞത്. സ്വാഭാവികമായി തന്നെ ഉണങ്ങാവുന്നൊരു മുറിവായിരുന്നു ഈ മുറിവ്. കുട്ടി മരിക്കുന്നതിന് 24 മണിക്കൂർ മുമ്പ് ഞാൻ കണ്ടപ്പോൾ ആ മുറിവ് ഉണങ്ങി. ബോഡി ഇൻക്വസ്റ്റ് ചെയ്ത ഡോക്ടർ സാറിനോട് ചോദിക്കാം. പ്ലാസ്റ്റിക് സർജറി ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുള്ളൂ. പ്ലാസ്റ്റിക് സർജറി ചെയ്യണമെന്നാണ് ഇവിടെ അതിൻ്റെ എമൗണ്ടും പറഞ്ഞിരുന്നത്. അത് കുട്ടിയെ കാണുന്നതിന് മുമ്പേ ഇവിടുന്ന് വാട്സാപ്പിൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കൊടുത്തതിൻ്റെ എമൗണ്ടും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തിട്ടാണ് ബാക്കി ട്രീറ്റ്മെൻറ്റ്. ഉറപ്പ് പറഞ്ഞത് ഈ 3 ഡോക്ടർമാർക്കെതിരെയും അവർ യാതൊരു വിധത്തിലുള്ള സംരക്ഷണവും അവർ കൊടുക്കില്ല, പുറത്താക്കും എന്നുള്ള നടപടികളെ കുറിച്ച് പറയാൻ അവരായിട്ടില്ല. അവർ ഇന്റേണൽ ആയിട്ട് ഒരു അന്വേഷണം അന്വേഷണം നടത്താമെന്നും ഡിവൈഎസ്പി സാറും അതുപോലെ തന്നെയാണ് പറഞ്ഞത്. ഈ 3 ഡോക്ടർമാരുടെയും പ്രതികരണം അവർ 3 ഡോക്ടർമാരെയും ഇതുവരെ അവിടെ കിട്ടിയിട്ടില്ല. അവർ വിളിച്ച് കിട്ടുന്നില്ല, ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നാണ് ഇവർ പറയുന്നത്. പിഴവ് സമ്മതിക്കുന്നുണ്ടോ അവർ? പിഴവ് സമ്മതിക്കില്ല ഒരിക്കലും. നിങ്ങൾക്കറിയാലോ, എന്നെപ്പോലെ നിങ്ങൾക്ക് പറയാം, ആരും പിഴവ് സമ്മതിക്കില്ല. അവർ പറയുന്നത് വിവിധ ഡിപ്പാർട്ട്മെന്റിലെ ഏറ്റവും വിദഗ്ധരായ ഡോക്ടർമാർ പരിശോധിച്ചു, ഏറ്റവും ആധുനികമായ ഉപകരണങ്ങളും സംവിധാനങ്ങളോട് കൂടിയാണ് പരിശോധന. ആരും തന്നെ പിഴവ് സമ്മതിക്കില്ല. 18,000 രൂപ കൊടുത്താൽ മാത്രമേ എന്നുള്ളതാണ് എല്ലാ കാര്യങ്ങളും മനസ്സിലാവുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അത്രയും ഗുരുതരമായ രീതിയിലുള്ള അനാസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. പണത്തിന് വേണ്ടി തന്നെയാണ് സാർ, വേറൊന്നുമല്ല. പണത്തിന് വേണ്ടി നമ്മളെല്ലാവരും ഉൾപ്പെട്ടെ നമ്മളെല്ലാവരും ഇതിൽ ഒരുപോലെ പാടില്ല സാർ. സാധാരണ ഈ മെഡിക്കൽ നെഗ്ലിജൻസ് പബ്ലിക് കോടതിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരിക്കലും ജയിച്ചൊരു അനുഭവം നമുക്ക് കാണാറില്ല. ഒരിക്കലും എനിക്ക് എൻ്റെ അറിവനുസരിച്ച് നമുക്കിത് കേസ് ജയിക്കാൻ പറ്റുന്നതെന്ന് തോന്നുന്നില്ല. കാരണം നമ്മളിത് കേസ് ജയിക്കണമെന്നോ ഒരു കോമ്പൻസേഷൻ വേണമെന്നോ വിചാരിച്ചിട്ടല്ല ഇവിടെ വന്നത്. കോമ്പൻസേഷൻ എന്നുള്ള കാര്യം അവർ മുന്നോട്ട് വെക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾ ചർച്ചയ്ക്കുള്ളത്? ഇല്ല, അത് വെച്ചിട്ടില്ല. നമുക്കതിലൊരു പ്രാധാന്യമുള്ള കാര്യമല്ല. കോമ്പൻസേഷനോ അല്ലെങ്കിൽ ഈ കേസ് ജയിക്കും എന്നുള്ള ധാരണയോടെയല്ല നമ്മളിവിടെ വന്നതും. നമ്മുടെ കുട്ടീനെ കിട്ടുമെന്നുള്ള രീതിയിലാണ് നമ്മൾ പോയത്. അത് കിട്ടിയില്ല. ഇനി അതിലൊരു തിരിച്ചില്ല. ഈ കുട്ടിയുടെ പ്രീവിയസ് ഹിസ്റ്ററി ഹിസ്റ്ററി ജസ്റ്റ് പറഞ്ഞിരുന്നു അവരോട്. മറ്റ് ഹിസ്റ്ററി നോക്കാനോ കാര്യങ്ങളൊന്നും അവർ ആവശ്യപ്പെട്ടിട്ടില്ല, ഇങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടില്ല. നമ്മൾ അങ്ങോട്ട് പറഞ്ഞു, വാക്കാൽ പറഞ്ഞു, അവരത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഈ ഒപ്പിട്ട് കൊടുത്ത ഒരു ഡോക്യുമെന്റ് വെച്ചായിരിക്കും അവർ ഈ കാര്യങ്ങൾ ഇപ്പോൾ പറയുന്നത്. അതാണ് അവരുടെ കൺസെന്റ് ആണ്. ഇപ്പോൾ ഈ 3 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് അനസ്തേഷ്യ കൊടുക്കുമ്പോൾ വളരെ ഡേഞ്ചറസ് ആണ്. മറ്റ് ഡോക്ടേഴ്സിനോട് സംസാരിക്കുമ്പോൾ കൊടുക്കാറില്ല എന്നല്ല സാർ. അത് വളരെ എമർജൻസി സിറ്റുവേഷനിൽ മാത്രമേ അത് കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉള്ളൂ. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് അറിയാലോ. ഞാൻ 3-ാം ദിവസം ഒരു ട്രീറ്റ്മെൻറ്റിൽ കൂടാതെ ഇന്ന് മുതൽ ആ കുട്ടി 5-ാം ദിവസം മുതൽ ഈ കഴിഞ്ഞ 10-ാം ദിവസം കുട്ടി മരിക്കുന്നത് വരെയും ആ ഒരു മുറിവിന് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടില്ല. ഒരു ബാൻഡേജോ ഒരു പഞ്ഞി ഒട്ടിച്ചതേ ഉള്ളൂ. ആ പഞ്ഞി ഞാനിത് നോക്കി എടുത്ത് മാറ്റിയിരുന്നു. ആ പഞ്ഞി എടുത്ത് മാറ്റിയപ്പോൾ ആ മുറിവിൻ്റെ ഒരു തല മാത്രമേ അവിടെ ഉള്ളൂ. അതും വലിയ ഡീപ്പായിട്ടുള്ളൊരു മുറിവാണെങ്കിൽ അത് മുറിവ് ഒരിക്കലും ഉണങ്ങില്ല. ഇൻഫെക്റ്റഡ് ആവും, ഉണങ്ങില്ല. അത് ഉണങ്ങി മുറിവ് പോയി. ഇവരുടെ ഒരു സീരിയസ് ആയൊരു
ആറ്റിറ്റ്യൂഡിനെ ആയിരുന്നു മാനേജ്മെന്റ്. ആ കാര്യത്തിൽ പ്രത്യേകിച്ച് നമുക്ക് പറയാനില്ല. മാനേജ്മെന്റിന്റെ ഭാഗത്തുണ്ടായിരുന്നു ഓഡിയോ അവർ വാക്കാലങ്ങനെ പറഞ്ഞിട്ടുണ്ട് സാർ.